അനൂസ് ടേസ്റ്റി ട്രഷേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു റൈസ് ഐറ്റമാണ്. റൈസ് ഐറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷ് കലർത്തിയിട്ടുള്ള ഒരു റൈസ് ഐറ്റം, അതായത് വേറെ ഒന്നുമല്ല, ചെമ്മീൻ പ്രോൺസ്. ഇതിനെ നമ്മൾ ചോറുമായിട്ട് മിക്സപ്പ് ചെയ്തുകൊണ്ട് ഒരു ചെമ്മീൻ റൈസ് അല്ലെങ്കിൽ പ്രോൺ റൈസ്, അതാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്ത് എന്താ പറയുക, ബിരിയാണി പോലെ തന്നെ, ഒരുപക്ഷെ അതിനേക്കാൾ ടേസ്റ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് നോക്കാം. ഹലോ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ ചെമ്മീൻ റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതാണെന്ന് നോക്കാം അല്ലേ. അപ്പം ഇപ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത്, നമ്മൾ ചോറ് ഞാൻ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുകയാണ്. ചോറ്, അതായത് വൈറ്റ് റൈസ്, ബസ്മതി റൈസ്. ഈ റൈസാണ്, വേറെ റൈസൊന്നും അല്ല ഇതിനെടുക്കുന്നത്. ഇത് ഞാനിവിടെ ഒരു 1.5 കപ്പോളം ചോറ് വേവിച്ച് ഡ്രെയിൻ ചെയ്തെടുത്താണ്, പറ്റിച്ചെടുത്തതല്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ചെമ്മീനാണിത്. ഇത് 1/2 കിലോ ചെമ്മീനുണ്ട്. ഈ ചെമ്മീന് ഞാൻ എന്താ പറയുക, മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു 1 ഹവറായിട്ട് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ മീൻ വറുക്കാനായിട്ട് ചേർക്കുന്ന വിഭവങ്ങളാണ്. അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ഞാൻ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ചേർത്തു ഓരോ പിടി ഒരു ഇച്ചിരി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ നമ്മുടെ ചെമ്മീനിനെ മാരിനേറ്റ് ചെയ്തേക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചോറ് റെഡിയായി, ചെമ്മീൻ മാരിനേറ്റ് ചെയ്യും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഗ്രേവി, ചെമ്മീൻ്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. അതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അതിനകത്ത് വേണ്ടത് ഒരു 2 സവോള അരിഞ്ഞു വെച്ചു.
ഒരു 5 ചെറിയ പച്ചമുളക്, ഗ്രീൻ ചില്ലീസ് അരിഞ്ഞു വെച്ചു. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ. ഒരു ടൊമാറ്റോ ഞാൻ എടുത്തിട്ടുള്ളൂ, ബിക്കോസ് ഞാനിവിടെ ടൊമാറ്റോ പേസ്റ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ടൊമാറ്റോ പേസ്റ്റ് ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ 2 or 3 ടൊമാറ്റോ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്, ഒരു ടൊമാറ്റോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ പേസ്റ്റ്. ഇത് പാക്കറ്റിൽ അവൈലബിൾ ആണ്, നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. ഇത് ഞാനൊരു 2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ പേസ്റ്റ്. ഓക്കെ, ആൻഡ് ഇനി ഞാൻ കുറച്ച് ജിഞ്ചറും ഗാർലിക്കും എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഒരു ചെറിയ കഷ്ണം, പക്ഷെ ഗാർലിക്ക് കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. 10-12 അല്ലി എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടേ ഉള്ളൂ. ഇത് വേറെ ഒന്നുമല്ല, നമുക്കറിയാം ചെമ്മീൻ ചിലപ്പോൾ ഗ്യാസ് ക്രിയേഷൻ, ആസിഡിറ്റി, ദഹനക്കേടൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ ഗാർലിക്കും ജിഞ്ചറും ഓൾറെഡി ഞാൻ അതിൽ പേസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നമ്മുടെ ഗ്രേവിയിലേക്ക് ആഡ് ചെയ്താൽ ടേസ്റ്റും കൂടും, അതോടെ നമ്മുടെ ദഹനത്തിനും വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ മസാലകളാണ്. മസാല റെഡ് ചില്ലി പൗഡർ 2 ടീസ്പൂൺ, 2 ടീസ്പൂൺ. കൊറിയാൻഡർ പൗഡർ മല്ലിപ്പൊടി 2 ടീസ്പൂൺ. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ ഒരു ഗരം മസാല എടുത്തിട്ടുണ്ട്, അതും 2 ടീസ്പൂൺ. ഓക്കെ, ഇത്രയും. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിക്കാൻ നേരം ഉപയോഗിക്കേണ്ട കറി ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, ഉപ്പ് ആവശ്യത്തിന്, ഓയിൽ ആവശ്യത്തിന്, വറുക്കാൻ വേണം, ഗ്രേവി ഉണ്ടാക്കാൻ വേണം. പിന്നെ അടുത്ത് അവസാനം ഞാൻ ആഡ് ചെയ്യാൻ പോകുന്ന ഒരു ടേസ്റ്റ് ഗിവറാണ് ലെമൺ ജ്യൂസ്. അത് ഒരു ലെമണിൻ്റെ ജ്യൂസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കൊരു പുളിരസമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയുമാണ് ഇതിൻ്റെ ചെമ്മീൻ ചോറ് അല്ലെങ്കിൽ പ്രോൺസ് റൈസിൻ്റെ ഇൻഗ്രീഡിയൻസ്. നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക്, ഒരു 2 കറുവപ്പട്ട, ഒരു 2 ഗ്രാമ്പു, 2 ഏലക്ക, ഇത്രയും മതി. 2 പിന്നെ ഒരു ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കടുക്, ഇത്രയും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, എണ്ണ ഒരു പാനിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് ഇതിനകത്ത് കടുക് പൊട്ടിക്കേണ്ട ഐറ്റംസ് ഒക്കെ ഇട്ടു. നിങ്ങൾക്ക് കാണാം വേറൊരു പാനിൽ ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്യാൻ ഇട്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ അത് ഓൾട്ടർനേറ്റീവായിട്ട് അതായിക്കൊണ്ടിരിക്കും. അതിനിടയ്ക്ക് നമുക്ക് ഇതിലേക്ക് ആദ്യം ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് സവോള. സവോള വഴണ്ട് വരുന്നതിനോടൊപ്പം തന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്, അതുകൂടെ ചേർത്തു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, കാരണം ഇതൊന്ന് പെട്ടെന്ന് വഴലാൻ എളുപ്പവും ചെയ്യും ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് ആഡ് ചെയ്യാണ്, അങ്ങനെ ചോറ് ഉപ്പിട്ട് വേവിച്ചതല്ല, അതുകൊണ്ട് 2-2.5 സ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ടു, കാരണം വേണം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വഴലട്ടെ. ഇത് കുറച്ച് വരണ്ട് വരുമ്പോൾ ടൊമാറ്റോ പ്ലസ് നമ്മുടെ ജിഞ്ചറും ജിഞ്ചറും പിന്നെ നമ്മുടെ ഗാർലിക്കും കൂടെ ഇട്ട് വഴറ്റുകയാണ്. ഓക്കെ, ഇവിടെ ഈ എന്താ പറയുക സവോള, ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക് എല്ലാം വഴണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ പേസ്റ്റാണ്. ടൊമാറ്റോ പേസ്റ്റും ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ കുറച്ചധികം, ഞാൻ ഒരു ടൊമാറ്റോയ്ക്ക് പകരം നിങ്ങൾക്കൊരു 3 ടൊമാറ്റോ എടുത്താൽ മതിയാകും. ഓക്കെ, ഇതൊന്ന് വഴണ്ട് വരുന്നതോടുകൂടി നമ്മുടെ ലാസ്റ്റ് പ്രോസസ്സാണ് പിന്നെ മസാല ചേർക്കുക. ഇതൊരു ജസ്റ്റ് ഒന്ന് പച്ചച്ചോ മാറട്ടെ. അപ്പോൾ ഇതിൻ്റെ എണ്ണ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട്, ഇത് പാകമായി. ഇതിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻസ് നമ്മൾ ആഡ് ചെയ്യുകയാണ്. 2 ടീസ്പൂൺ ചില്ലി പൗഡർ, 2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, 1/2 ടീസ്പൂൺ ടർമറിക്. ഇതിലേക്ക് ലാസ്റ്റ് നമ്മുടെ ഗരം മസാല ഓൾസോ 2 ടീസ്പൂൺ. ഓക്കെ, നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ നമ്മളൊരു ഇച്ചിരി കൂടെ ഓയിൽ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു, കാരണം ഒന്ന് വഴങ്ങണ്ടേ, ഒന്ന് വരട്ടെ. ലാസ്റ്റ് സ്റ്റേജാണ്. ഇനി നമ്മളിതിലേക്ക് പ്രോണും
റൈസും ആഡ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ഇതെല്ലാം വഴണ്ട് കഴിഞ്ഞു. ഇതിലേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈസാണ്. ഓക്കെ, റൈസ് ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് ഞാൻ അവസാനം നമ്മുടെ പ്രോൺസ് എല്ലാം ഫ്രൈ ആയ പ്രോൺസും വിത്ത് ആ മസാല എല്ലാം ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ദിസ് ഇസ് ഓൾസോ അനദർ ടിപ്പ്, നമുക്കിത് വേസ്റ്റ് ചെയ്യാതെ ഇടാം. ഓക്കെ, ഇനി നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് സെർവിങ് ഡിഷിലേക്ക് മാറ്റും. അവസാനം ഈ ലെമൺ ജ്യൂസ് എടുത്ത് വെച്ചിരിക്കുന്ന 1 ലെമൺ ജ്യൂസ് ഒഴിച്ചു. ഇനി ഞാനിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഹലോ, അപ്പോൾ നമ്മുടെ പ്രോൺസ് റൈസ് റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ, പ്രോൺസ് റൈസ്. ഇതിൻ്റെ കൂടുതൽ കറിയൊന്നും വേണ്ട, വളരെ പതുക്കെ നമുക്ക് കഴിക്കാം, ടേസ്റ്റി ആയിട്ട്. ഇതിനെ ഞാൻ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് ഞാൻ നേരത്തെ മല്ലിയില അരിഞ്ഞു വെച്ചത്. സോ ഗാർണിഷിങ് ഇറ്റ് വിത്ത് കൊറിയാൻഡർ ലീവ്സ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ ഒരു ചട്നി അരച്ച് വെച്ചേ ഉള്ളൂ. ഇത് മാംഗോ ചട്നിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ചട്നി കൂടി ഉണ്ടെങ്കിൽ, അച്ചാർ കൂടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിലും ടേസ്റ്റാണ്. ഓക്കെ, സോ ഇത് എൻ്റെ ഒരു പ്രത്യേക ഡിഷാണ്. ദിസ് ഇസ് ബിലോങ് ടു അനൂസ് ടേസ്റ്റി ട്രഷേഴ്സ് അലോൺ. ഇത് പ്രോൺസിൻ്റെ ഒരു റൈസാണ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഇത് പെട്ടെന്ന് തയ്യാറാക്കി വളരെ സ്വാദോടുകൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ട്രൈ ഇറ്റ് and taste it and subscribe my channel. It's Anu's Tasty Treasures. I'll be back soon. Till then, bye.